ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് യൂട്യൂബ് ചാനലായ സ്വദേശി GCRD ന്യൂസിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ അച്ചാർ നിർമ്മാണത്തെക്കുറിച്ച് അല്ലെങ്കിൽ പിക്കിൾ നിർമ്മാണത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അച്ചാർ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അച്ചാർ നിർമ്മാണം പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത്, പിക്കിൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സാധാരണയായി അടിസ്ഥാനപരമായിട്ട് വരുന്ന തെറ്റുകൾ, പോരായ്മകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അറിവ് നൽകുക എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും അച്ചാർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമുക്കറിയാം, അതിൽ ഏറ്റവും രുചികരമായ അച്ചാർ കണ്ണിമാങ്ങ അച്ചാറാണ്, അമ്പഴങ്ങ അച്ചാറാണ്, ആ രീതിയിലുള്ള അച്ചാറുകളെല്ലാം. നമ്മൾ ഏറ്റവും കൂടുതൽ മോശമായിട്ടുണ്ടാക്കുന്ന നാരങ്ങ അച്ചാർ വരെ വളരെ രുചികരമായിട്ടുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പണ്ട് നമ്മുടെ പെട്ടിക്കടകളിലൊക്കെ തൂങ്ങിക്കിടക്കുന്ന ഒരു ഇതള് നാരങ്ങ അച്ചാറിൻ്റെ പാക്കറ്റ് മേടിച്ച് കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളവരാണ്. അപ്പം എത്ര മോശമായിട്ടുള്ള സാധനമാണെങ്കിൽ കൂടിയും ആ സാധനത്തിൽ നിന്ന് രുചികരമായിട്ടുള്ള അച്ചാർ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ അത് എത്ര മോശമായിട്ടുണ്ടാക്കാൻ സാധിക്കും രുചികരമായിട്ട് എന്നും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഞാൻ നാരങ്ങ അച്ചാറിൻ്റെ പെട്ടിക്കടകൾ തൂങ്ങിക്കിടക്കുന്ന ചെറിയ ഒരിതൾ പാക്കറ്റിന് കാര്യം ഞാൻ സൂചിപ്പിച്ചത്. അച്ചാറുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് വരുത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റുകൾ ഉപ്പിലിടുന്ന ഘട്ടത്തിൽ സംഭവിക്കുന്ന പോരായ്മകളാണ്. അച്ചാർ നിർമ്മാണത്തിൽ 2 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് ഉപ്പിലിടുന്ന ഘട്ടം, 2 മസാല ചേർക്കുന്ന ഘട്ടം. അതിൽ ഉപ്പിലിടുന്ന ഘട്ടത്തിൽ വരുത്തുന്ന പോരായ്മകൾ നമുക്കൊരിക്കലും കവറപ്പ് ചെയ്യാൻ സാധിക്കില്ല. എന്നുവെച്ചാൽ മെച്ചപ്പെടുത്തി നന്നാക്കി എടുക്കാൻ സാധിക്കില്ല. ഉപ്പിലിടുന്ന ഘട്ടത്തിൽ എന്ത് പോരായ്മകൾ വന്നാലും ആ പോരായ്മകളെല്ലാം നമ്മളുണ്ടാക്കുന്ന അച്ചാറിൽ പ്രകടമായിട്ട് ഉണ്ടായിരിക്കും. രുചിക്കുറവിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കും, ആ കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തെ ഘട്ടത്തിൽ, മസാല ചേർക്കുന്ന ഘട്ടത്തിൽ, നമ്മുടെ മസാല തയ്യാറാക്കുന്ന മസാലയുടെ ചേരുവയിൽ ഉണ്ടാക്കുന്ന ഏറ്റക്കുറച്ചുകൾ നേരിയ പ്രശ്നങ്ങളെ ഉണ്ടാക്കുള്ളൂ. എന്നാൽ ഉപ്പിലിടുന്ന ഘട്ടത്തിൽ വരുത്തുന്ന പോരായ്മകൾ നമുക്ക് ഒരു രീതിയിലും പിന്നീട് മസാല ചേർക്കുന്ന ഘട്ടങ്ങളിൽ പരിഹരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അച്ചാർ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും അടിത്തറയായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, നീരുള്ള എല്ലാ സാധനങ്ങളും യാതൊരു കാരണവശാലും ഉപ്പ് നീരിൽ ഇടാൻ പാടില്ല. നീരുള്ള അച്ചാർ ഉണ്ടാക്കുന്നതിനുള്ള ഒരു സാധനങ്ങളും യാതൊരു കാരണവശാലും ഉപ്പ് നീരിൽ ഇടാൻ പാടില്ല. അത് ഉപ്പ് പൊടിയിൽ അല്ലെങ്കിൽ ഉപ്പ് കല്ലിൽ മാത്രമേ ഉപ്പിലിടുന്ന പരിപാടി നടത്താവൂ. അതല്ല എങ്കിൽ നമ്മളുണ്ടാക്കുന്ന അച്ചാറ്, നമ്മളുണ്ടാക്കുന്ന ഉപ്പിലിട്ടിരിക്കുന്ന സാധനം ഉപയോഗിച്ച് മസാല ചേർത്ത്, രുചികരമായിട്ടുള്ള മസാല ചേർത്ത് അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ പോരായ്മ നമുക്ക് ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല. ഇപ്പം നീരുള്ള സാധനങ്ങളെല്ലാം, ഉദാഹരണത്തിന് കണ്ണിമാങ്ങ, അമ്പഴങ്ങ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും, നാരങ്ങ ഉൾപ്പെടെ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉപ്പിലിടുന്ന സമയത്ത് അതിടേണ്ടത് ഒന്നുകിൽ ഉപ്പ് പൊടിയിലോ അതല്ല എങ്കിൽ ഉപ്പ് കല്ലിലോ ഇടാവൂ. ഉപ്പുകല്ലാണ് ഉപ്പ് പൊടിയാണ് എല്ലായ്പ്പോഴും നല്ലത്. ഉപ്പുകല്ല് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിനൊന്ന് പൊടിയാക്കിയതിന് ശേഷം ഉപയോഗിക്കുക. കാരണം ഇപ്പോൾ അയഡിൻ ഇല്ലാത്ത സാധനങ്ങൾ, ഉപ്പ് നമുക്ക് കിട്ടുന്നതിന് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഉപ്പുകല്ല് മേടിച്ച് പൊടിച്ച് അത് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം.
കാരണം നമ്മൾ ഉപയോഗിക്കുന്ന അച്ചാറിൽ അയഡിൻ ഉണ്ടാകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പിലിടുന്ന സമയത്ത് അതിന് ഞാൻ ഉദാഹരണമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ കണ്ണിമാങ്ങ ഉപ്പിലിടുന്ന രീതി. ആ രീതി ഒരുമാതിരിയുള്ള എല്ലാവരും കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്, ചെയ്തിട്ടുള്ളതാണ്. കണ്ണിമാങ്ങ ഒരു ലെയർ അടുക്കി അതിൻ്റെ മുകളിലേക്ക് ഉപ്പുപൊടി വിതറുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കണ്ണിമാങ്ങ അടുക്കുന്നു. അത് കഴിഞ്ഞ് ഉപ്പുപൊടി വിതറുന്നു. അങ്ങനെ ആ ഭരണി നിറയുവോളും ഈ രീതിയിൽ നിറച്ചതിന് ശേഷം അതിൻ്റെ മുകളിലത്തെ ലെയറായിട്ട് ഉപ്പുപൊടിയും കൂടി വിതറി നമ്മൾ വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഓരോ ദിവസവും ആ ഭരണി ഒന്ന് കുലുക്കി കൊടുക്കുക. ആ ഭരണി കുലുക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന മാങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും ആ ഉപ്പുപൊടി ചെന്നെത്തുകയും അത് ഒരാഴ്ച കൊണ്ട് പൂർണ്ണമായിട്ടും ഉപ്പുവെള്ളത്തിൽ മുങ്ങുകയും ചെയ്യും. അങ്ങനെ ഉപ്പുവെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്ന മാങ്ങ പിന്നീട് യാതൊരു കാരണവശാലും കേടാകില്ല. കേടാകാതിരിക്കുന്നതിനാവശ്യമായ അളവിൽ ഉപ്പ് അതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും കേടാകുകയില്ല. അതിൻ്റെ രുചി കുറയുകയുമില്ല, അതിൻ്റെ രുചി കൂടിക്കൊണ്ടിരിക്കുകയേ ചെയ്യും. അതുകൊണ്ട് കൂടുതൽ സമയം കൂടുതൽ നാൾ ഉപ്പുപൊടി കിടന്നു എന്നോർത്ത് ഉപ്പുവെള്ളത്തിൽ കിടന്നു എന്നോർത്ത് കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഉപ്പുപൊടിയിൽ കിടക്കുന്നത് കൊണ്ട് വെള്ളം ചേർക്കാതെ ഉപ്പുപൊടി തന്നെ ഇട്ട് നമ്മൾ ഉപ്പിലിടുന്ന പരിപാടി നടത്തുന്നത് കൊണ്ട് അങ്ങനെ ഇട്ടിരിക്കുന്ന സാധനങ്ങളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം ആ ഉപ്പുപൊടിയിൽ കിടന്ന് ഉപ്പുപൊടി മാങ്ങയിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന സാധനത്തിലുള്ള നീര് പൂർണ്ണമായിട്ടും വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നീര് വലിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന സാധനം പൂർണ്ണമായിട്ടും ചൊട്ടി വരികയും വാടി വരികയും അതോടൊപ്പം തന്നെ അത് നല്ല ബലമുള്ള സാധനമായിട്ട് മാറുകയും ചെയ്യും. പ്രത്യേകിച്ച് അലിഞ്ഞു പോകുന്ന സാധനങ്ങളെല്ലാം, അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് നീരിൻ്റെ അംശം വളരെ കൂടുതലായതുകൊണ്ടാണ് അത് അലിഞ്ഞു പോകുന്നത്. ഉപ്പുപൊടിയിലാണ് അത് ഇടുന്നതെങ്കിൽ ആ ഉപ്പുപൊടി അതിനകത്തുള്ള നീര് മുഴുവൻ പൂർണ്ണമായിട്ടും വലിച്ചെടുത്ത് അതിനെ ചൊട്ടിച്ച് ആ സാധനത്തിന് ബലമുള്ളതായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഇത് പുളിഞ്ചിക്ക അല്ലെങ്കിൽ എലുമ്പിക്ക ഉപ്പിലിടുന്ന ആൾക്കാർ രണ്ടാമത് ഒരിക്കൽ കൂടി ആ പരീക്ഷ എടുത്ത് തയ്യാറാകില്ല. കാരണം ചാറ് ഏതാണ് കഷ്ണം ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ അത് അലിഞ്ഞു പോകും. ആ ഒരു തെറ്റ് സംഭവിക്കുന്ന, ആ ഒരു പോരായ്മ സംഭവിക്കുന്നത് നമ്മൾ ഉപ്പുവെള്ളത്തിൽ ഇടുന്നത് കൊണ്ടുണ്ടാകുന്ന പോരായ്മയാണ്. അങ്ങനെ ഉപ്പുവെള്ളത്തിൽ ഇടുന്നതിന് പകരം ഉപ്പുപൊടിയാണ് ഇടുന്നതെങ്കിൽ കണ്ണിമാങ്ങ ഇടുന്നത് പോലെ തന്നെ ഇടുക. ആ പുളിഞ്ചിക്കയിലുള്ള ഇലിമ്പിക്കയിലുള്ള നീര് പൂർണ്ണമായിട്ടും ഉപ്പുപൊടി വലിച്ചെടുത്ത് ഒരാഴ്ച കൊണ്ട് അത് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലേക്കാകും. അപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം ഇലിമ്പിക്കയുടെ അല്ലെങ്കിൽ പുളിഞ്ചിക്കയുടെ നീര് പൂർണ്ണമായിട്ട് ഉപ്പ് വലിച്ചെടുക്കുകയും ആ ഇലിമ്പിക്ക വാടി ചൊട്ടി നല്ല ബലമുള്ള സാധനമായിട്ട് മാറുകയും ചെയ്യും. അത് യാതൊരു കാരണവശാലും പിന്നീട് മസാല ചേർക്കുന്ന സമയത്ത് അലിയുന്ന അവസ്ഥയിലേക്ക് പോകില്ല. നിങ്ങൾക്ക് മസാല ചേർക്കുന്ന സമയത്ത് ഇലിമ്പിക്ക വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കിയിടുകയും ചെയ്യാം. അങ്ങനെ ഞുറുക്കിയിട്ടാലും അത് അലിഞ്ഞു പോകില്ല. അപ്പോൾ ഉപ്പുപൊടിയിൽ വെള്ളം ചേർക്കാതെ നീരുള്ള എല്ലാ സാധനങ്ങളും ഇടുന്നതിൽ കൂടി ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ആ സാധനം നല്ല ബലമുള്ളതായിട്ട് ചൊട്ടി നല്ല ബലമുള്ള സാധനമായിട്ട് മാറുകയും അതോടൊപ്പം തന്നെ അത് കൂടുതൽ രുചികരമാകുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. അലിയാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രുചി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, നീരുള്ള എല്ലാ സാധനങ്ങളും അച്ചാറിടുന്ന സമയത്ത് യാതൊരു കാരണവശാലും അത് ഉപ്പുവെള്ളത്തിലിടാൻ പാടില്ല. ഉപ്പുപൊടിയിലോ അല്ലെങ്കിൽ ഉപ്പുകല്ലിലോ മാത്രമേ ഇടാവൂ എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഇനി മസാല ചേർക്കുന്ന ഘട്ടത്തിൽ എത്ര നാളിങ്ങനെ ഉപ്പുപൊടിയിൽ കിടക്കാം, ഉപ്പുവെള്ളത്തിൽ കിടക്കാം എന്നുള്ള കാര്യം, അത് ഏറ്റവും കുറഞ്ഞതൊക്കെ നേരിയ കയ്പുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ, ഉദാഹരണത്തിന് നാരങ്ങയൊക്കെ ആണെങ്കിൽ ഒരു 3 മാസമെങ്കിലും ഉപ്പുവെള്ളത്തിൽ കിടക്കുന്നതാണ് നല്ലത്. സാധാരണ ഉപ്പിലിടുന്ന അച്ചാറിടുന്ന എല്ലാ സാധനങ്ങളും ഏറ്റവും ചുരുങ്ങിയത് 1 മാസമെങ്കിലും ഉപ്പിൽ കിടക്കണം
ഉപ്പുവെള്ളത്തിൽ കിടക്കണം. അത് ചെറിയ കയ്പുള്ള സാധനങ്ങളൊക്കെയാണ്. ഉദാഹരണത്തിന് നാരങ്ങ പോലെയുള്ള സാധനങ്ങളാണ് ഏറ്റവും ചുരുങ്ങിയത് 3 മാസമെങ്കിലും കിടക്കണം. നമ്മൾ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്, ഉപ്പിൽ കെട്ടുപോകുന്ന ഏത് സാധനമാണ് ഉപ്പിൽ കിടന്നിട്ടുണ്ട് അതിൻ്റെ അരുചി ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാരങ്ങ പോലുള്ള സാധനങ്ങൾ ഉപ്പിൽ കിടന്നിട്ടുണ്ട് എങ്കിൽ അത് പൂർണ്ണമായിട്ടും കയ്പില്ലാത്ത സാധനങ്ങളാക്കി മാറ്റും. അപ്പോൾ കയ്പില്ലാത്ത നാരങ്ങ അച്ചാറ് എന്ന് പറയുന്നത്, അല്ല ചവർപ്പില്ലാത്ത നാരങ്ങ അച്ചാറ് എന്ന് പറയുന്നത് ആരും ഇഷ്ടപ്പെടുന്ന അച്ചാറാണ്. പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന അച്ചാറുകളിൽ ഒന്നാണ് നാരങ്ങ അച്ചാറ്. പക്ഷെ അത് ഇടുന്നതിലെ പോരായ്മ കൊണ്ടാണ് അത് ഇഷ്ടമില്ലാത്ത സാധനമാക്കി മാറ്റുന്നത്. ഇനി അച്ചാർ ഉണ്ടാക്കുന്നതിനുള്ള സാധനങ്ങൾ ഇങ്ങനെ ഏറ്റവും ചുരുങ്ങി 1 മാസമെങ്കിലും കിടക്കണം. അത് 3 മാസം കിടക്കുന്നതാണ് ഉത്തമം. 3 മാസം കഴിഞ്ഞ് എത്ര നാൾ കിടന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് മസാല അച്ചാർ ഉണ്ടാക്കണമെന്ന് തോന്നുന്ന ആവശ്യമുണ്ടാകുന്ന സമയത്ത്, മസാല ചേർക്കുന്ന സമയത്ത് മാത്രം ഉപ്പിൽ നിന്ന് മാറ്റിയാൽ മതി. അങ്ങനെ ഉപ്പിൽ നിന്ന് മാറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ അകത്തെ കഷണവും നീരും ആനുപാതികമായിട്ട് കോരിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ആനുപാതികം എന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ഫണ്ണിക്കകത്ത് നിങ്ങൾ അച്ചാറിട്ടിരിക്കുന്നതിൽ ഫണ്ണിയിലെ മുഴുവൻ സാധനങ്ങൾ എടുക്കുന്നില്ല എങ്കിൽ അതിന് 1/4 ഭാഗമാണ് എടുക്കുന്നതെങ്കിൽ അതിന് 1/4 ഭാഗം തന്നെ നീരും നിങ്ങൾ മസാല ചേർക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കണം. ഈ നീര് എന്ന് പറയുന്നത് നമ്മൾ ഇട്ടിരിക്കുന്ന സാധനത്തിൻ്റെ സത്ത. ആ നീരിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അച്ചാറിൻ്റെ രുചിയിലും കുറവുണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ മാങ്ങയുടെ ഉപ്പിലിട്ടിരിക്കുന്ന മാങ്ങയുടെ വെള്ളം, അല്ലെങ്കിൽ അമ്പഴങ്ങയുടെ വെള്ളം, അല്ലെങ്കിൽ ഇലുമ്പിക്കയുടെ അല്ലെങ്കിൽ പുളിഞ്ചിക്കയുടെ വെള്ളം, അല്ലെങ്കിൽ നാരങ്ങയുടെ വെള്ളം, അതിൻ്റെ നീര്, ആ നീര് ആനുപാതികമായിട്ട് എടുക്കുന്നില്ല എങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അച്ചാറിൻ്റെ രുചിയെ അത് ബാധിക്കും, സാരമായിട്ട് ബാധിക്കും. ചെറിയ രീതിയിലല്ല, സാരമായിട്ട്. പലരും ചെയ്യാറുള്ളൊരു കാര്യം, മസാല ഉണ്ടാക്കുന്ന അച്ചാറുണ്ടാക്കുന്ന സമയത്ത്, മസാല ചേർക്കുന്ന സമയത്ത് ഉപ്പ് നീരിൻ്റെ അളവ് വളരെ കുറച്ചേ എടുക്കുള്ളൂ. കാരണം പൂർണ്ണമായിട്ട് ഉപ്പ് നീര് എടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറിന് ഉപ്പ് കൂടിപ്പോകും എന്നുള്ള പേടി കൊണ്ടാണ്. അങ്ങനെ ഒരു പേടി ഉണ്ടാക്കുന്നതിനുള്ള കാരണം നിങ്ങൾക്ക് എത്ര ഉപ്പാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ കണ്ണിമാങ്ങ, അല്ലെങ്കിൽ അമ്പഴങ്ങ, അല്ലെങ്കിൽ പുളിഞ്ചിക്ക, അല്ലെങ്കിൽ ഇലുമ്പിക്ക, ഈ സാധനങ്ങളെല്ലാം ഉപ്പിലിടുന്ന സമയത്ത് എടുക്കേണ്ട ഉപ്പിൻ്റെ അളവ് ഏറ്റവും ചുരുങ്ങിയ പക്ഷേ ഇത്ര ശതമാനം ഉപ്പ് നമ്മൾ എടുത്തിരിക്കണം. ഏറ്റവും കൂടിയ സമയത്ത് അത് ഇത്ര ശതമാനം വരെ ആകാവൂ. ആ ഒരു അറിവ് നമുക്കില്ല എങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാർ എല്ലായ്പ്പോഴും അത് രുചികരമായിട്ടുള്ള അച്ചാറായിട്ട് വരാൻ സാധ്യതയില്ല. കാരണം ഉപ്പിൻ്റെ അളവ് ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപ്പിലിട്ടിരിക്കുന്നതിൽ നിന്ന് കോരിയെടുക്കുന്ന മാങ്ങയുടെ അളവിന് ആനുപാതികമായിട്ട് അതിൻ്റെ സത്തായ ഉപ്പ് നീര് എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറിൻ്റെ രുചി കുറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപ്പിലിടുന്ന സമയത്ത് എടുക്കേണ്ട ഉപ്പിനെക്കുറിച്ച് നമുക്കൊരു അറിവ്, ബേസിക്കായിട്ടുള്ളൊരു അറിവ് ഉണ്ടായിരിക്കണം. നമ്മൾ 1 കിലോ മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ നമുക്കെടുക്കാവുന്ന പരമാവധി ഉപ്പ് എത്രയായിരിക്കണം, പരമാവധി ചുരുങ്ങിയ ഉപ്പ് എത്രയായിരിക്കണം, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്, നിങ്ങൾക്ക് 8% ഉപ്പ് പൊടിയാണ് എടുക്കാവുന്ന മാങ്ങയുടെ 8%. അത് പരമാവധി കൂടിയ മാങ്ങയുടെ 10%മാണ് എടുക്കാവുന്നത്. പരമാവധി നമുക്ക് മിനിമം എടുത്താൽ മതി. എന്ന് വെച്ചാൽ കേടാകാതിരിക്കുന്നതിന് ആവശ്യമുള്ള അളവിലുള്ള ഉപ്പ് പൊടി ഉണ്ടായാൽ മതി. അതുകൊണ്ട് 8% എടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ 100 ഗ്രാം മാങ്ങ എടുക്കുന്ന സമയത്ത് 8 ഗ്രാം ഉപ്പ് പൊടിയെ എടുക്കാവൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് വെള്ളം ചേർത്തുണ്ടാക്കുന്ന നീരില്ലാത്ത സാധനമാണ് എങ്കിൽ നിങ്ങൾക്ക് ഉപ്പിലിടുന്ന സമയത്ത് വെള്ളം ചേർത്തുണ്ടാക്കാം, ഉപ്പുവെള്ളം എടുക്കാം. അങ്ങനെ ഉപ്പുവെള്ളം എടുക്കുന്ന സമയത്ത് അതിനകത്ത് 15% മുതൽ 20% വരെ വീര്യമുള്ള ഉപ്പ് ലായനിയിലാണ് ഉപ്പിലിടുന്നത്. 15% മുതൽ 20% വരെ വീര്യമുള്ള ഉപ്പ് ലായനി. അങ്ങനെയുള്ള ഉപ്പ് ലായനി കിടന്നിട്ടുണ്ടെങ്കിൽ ആ സാധനം ഒരിക്കലും കേടാകില്ല. ഇനി മസാല ചേർക്കുന്ന സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ വരുത്താൻ സാധ്യതയുള്ള പോരായ്മകൾ, നമ്മുടെ അറിവിൻ്റെ അജ്ഞത കൊണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ട് ആ കേൾവിയിൽ നിന്ന് ഉണ്ടാക്കിയ അറിവിൽ കൂടി നമ്മൾ അച്ചാറുണ്ടാക്കുന്ന സമയത്ത്
എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രാവശ്യം അച്ചാറുണ്ടാക്കി അതിലാവശ്യമായ ഏറ്റക്കുറച്ചിലുകൾ വരുത്തി അതിനെ പെർഫെക്ഷനിലേക്ക് ഒന്ന് കൊണ്ടുവരുന്നില്ലാത്ത ആൾക്കാരാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അവർ അച്ചാറുണ്ടാക്കുന്ന സമയത്ത് ചേർക്കുന്ന മസാലയുടെ അളവിലുള്ള ഏറ്റക്കുറച്ചിൽ നമ്മളുണ്ടാക്കുന്ന അച്ചാറിൻ്റെ രുചിയെ ബാധിക്കും. അങ്ങനെ രുചിയെ ഇരിക്കണമെന്നുണ്ട് എങ്കിൽ നമ്മൾ ചേർക്കുന്ന മസാലയിൽ ഏതെല്ലാം അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ഏതെല്ലാം സാധനങ്ങളാണ് ചേർക്കേണ്ടത്, ആ സാധനത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ എന്തായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അത് അറിഞ്ഞിരിക്കണം. അതിൽ രണ്ടാമത്തെ കാര്യം മസാലയുടെ കാര്യം പറയുമ്പോൾ, ഇനി മൂന്നാമത്തെ കാര്യം പലരും അച്ചാറുണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ, അത് വെള്ളം പോലെ ഇരിക്കും. അതിന് തിക്നെസ് ഇല്ല, അതിന് കട്ടിയില്ല. അങ്ങനെ കട്ടിയില്ലാതെ വരുമ്പോൾ ആരെങ്കിലും പറഞ്ഞ് കേട്ട് ഉരുളക്കിഴങ്ങ് ചേർക്കാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റു സാധനങ്ങൾ കട്ടി കൂട്ടുന്നതിനുള്ള സാധനങ്ങൾ ചേർക്കാം എന്നൊക്കെ പറഞ്ഞ് കേട്ട് കൈ കിട്ടുന്ന സാധനങ്ങളെല്ലാം വേവിച്ച് അതിനോട് ഉടച്ച് ചേർക്കുന്ന ഒരു പരിപാടി. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അച്ചാർ കേടാകാതിരിക്കില്ല, അച്ചാറിൻ്റെ രുചി നന്നാക്കില്ല. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതിനെ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഏത് അച്ചാറാണോ ഉണ്ടാക്കുന്നത്, ഇപ്പം കണ്ണിമാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ കണ്ണിമാങ്ങ അച്ചാറിൽ നിന്ന് കണ്ണിമാങ്ങ ഒരു 10% എടുക്കുക. ആ 10% മിക്സിക്കകത്തിട്ട് അരച്ച് ഇതിൻ്റെ കൂടെ ചേർക്കുക. അപ്പോൾ ഏത് അച്ചാറുണ്ടാക്കുന്നോ ആ അച്ചാറിൻ്റെ തന്നെ ഒരു 10% എടുത്ത് മിക്സിക്കകത്തിട്ട് അരച്ച് ഇതിൻ്റെ കൂടെ ചേർക്കുന്നതിൽ കൂടി തിക്നെസ് നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മുളക് ചേർക്കുന്ന സമയത്ത് അച്ചാറിൻ്റെ എല്ലാം മുളക് പൊടിക്ക് അച്ചാറിൻ്റെ കളർ ഒരു പ്രത്യേക സൗന്ദര്യമാണ്. അപ്പോൾ അതിനാവശ്യമായ കളറ് വരത്തക്ക രീതിയിൽ കാശ്മീരി മുളക് പൊടി ചേർക്കേണ്ടത് അത്യാവശ്യമാണ് അച്ചാർ നിർമ്മാണത്തിൽ. നമ്മൾ പിരിയം മുളകും സാധാരണ മുളകും കൂടി ചേർത്ത് നമ്മൾ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനാവശ്യത്തിനുള്ള കളർ ഉണ്ടാകില്ല. ആ കളറിൻ്റെ പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമുണ്ട്. കാശ്മീരി മുളക് പൊടിക്ക് എരിവില്ല. അതുകൊണ്ട് തന്നെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന അച്ചാറിൻ്റെ എരിവ് കൃത്യമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ കൂടെ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കാം. അത് പരമാവധി ചേർത്തിരിക്കുന്ന മുളക് പൊടിയുടെ 10% ആവും. പരമാവധി ചേർത്തിരിക്കുന്ന മുളക് പൊടിയുടെ 10%. അച്ചാറിൻ്റെ അല്ല ഞാൻ പറയുന്ന മുളക് പൊടിയുടെ 10% ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു അച്ചാർ നിർമ്മാണം നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പല പ്രാവശ്യം ചെറിയ അളവിൽ അച്ചാർ ഉണ്ടാക്കി അതിനെ ഓരോ പ്രാവശ്യവും അതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി അതിനെ വീണ്ടും മെച്ചപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്ത് അത് പെർഫെക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ പോകേണ്ടത്. ആരെങ്കിലും എന്നോട് ഏറ്റവും രുചികരമായ അച്ചാർ ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കണ്ണിമാങ്ങ അച്ചാറാണ്. കണ്ണിമാങ്ങ അച്ചാറാണ് ഏറ്റവും രുചികരമായ അച്ചാർ. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാങ്ങ ഉപയോഗിച്ച് തന്നെ നമ്മൾ ചിത്തമാങ്ങ അച്ചാർ ഉണ്ടാക്കാറുണ്ട്, കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കാറുണ്ട്, അങ്ങനെ പല രീതിയിൽ അച്ചാറുകൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇതിലെല്ലാം ഏറ്റവും രുചികരമായിട്ടുള്ള കണ്ണിമാങ്ങ ആണ്. അപ്പോൾ കണ്ണിമാങ്ങ സീസണിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിലുള്ള കണ്ണിമാങ്ങ കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അത് കിട്ടുന്ന സമയത്ത് കൂടുതലായിട്ട് നിങ്ങൾ ഉപ്പിലിട്ട് സൂക്ഷിച്ചുകൊള്ളുക. അത് ഉപ്പിലിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും കേടാകില്ലാതെ അവിടെ തന്നെ കിടന്നോളും. അതുകൊണ്ട് എത്ര കിട്ടിയാലും നിങ്ങൾക്ക് ഉപ്പിലിടാം. അപ്പോൾ ആവശ്യത്തിന് കിട്ടുന്നില്ല എന്നുള്ള പോരായ്മ അങ്ങനെ പരിഹരിക്കാം. ഇനി ഔഷധ ഗുണത്തിൽ ഏറ്റവും ഗുണപരമായിട്ടുള്ള അച്ചാർ, ഏറ്റവും നല്ല അച്ചാർ ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ അമ്പഴങ്ങ അച്ചാർ എന്ന് പറയും. മെഡിസിൻ വാലിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അച്ചാർ അമ്പഴങ്ങ അച്ചാറാണ്. ഈ അച്ചാറുകളെല്ലാം കണ്ണിമാങ്ങ അച്ചാറാണെങ്കിലും അമ്പഴങ്ങ അച്ചാറാണെങ്കിലും നിങ്ങൾ മുഴുവനോട് ഉപ്പിലിട്ടതിന് ശേഷം മസാല ചേർക്കുന്ന സമയത്ത് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഞെറുക്കുന്നതാണ് നല്ലത്. ഒരു 2 അല്ലെങ്കിൽ 4 അല്ല എങ്കിൽ നമ്മളൊരു കണ്ണിമാങ്ങ എടുത്ത് നമ്മൾ ഊണിന് കഴിയായിട്ട് നമ്മൾ കൂട്ടുന്ന സമയത്ത് അത്രയും നമുക്ക് ആവശ്യമില്ല, അതിൻ്റെ പകുതി ആവശ്യമുണ്ടാകും. അപ്പം ബാക്കിയുള്ള സാധനം വേസ്റ്റായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അച്ചാർ ചുമ്മാ ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന സാധനമല്ല. എന്തെങ്കിലും കഴിക്കുന്ന കൂട്ടത്തിൽ അതിനുള്ള കടിയായിട്ട് മാത്രമേ അച്ചാർ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അച്ചാർ ഒരു കണ്ണിമാങ്ങ വലിയ കണ്ണിമാങ്ങ ആണ് എങ്കിൽ ആരും ചോറുണ്ടുന്ന സമയത്ത് ഒരു വലിയ കണ്ണിമാങ്ങ മുഴുവൻ കഴിച്ചു തീർക്കില്ല.
അപ്പോൾ അതുകൊണ്ട് അതിനെ 2ആയിട്ടോ അല്ലെങ്കിൽ 4ആയിട്ടോ ഒന്ന് മുറിക്കുന്നതായിരിക്കും നല്ലത്. അമ്പഴങ്ങയും അതുപോലെ തന്നെ 2ആയിട്ടോ അല്ല 4ആയിട്ടോ മുറിക്കുന്നതാണ് നല്ലത്. പുളിഞ്ചിക്ക അച്ചാർ, ഇലിമ്പിക്ക അച്ചാർ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെയും ഈ കാര്യം ശ്രദ്ധിക്കണം. ഒരു പുളിഞ്ചിക്ക അല്ലെങ്കിൽ ഇലിമ്പിക്ക മുഴുവനായിട്ട് കിടക്കേണ്ട ആവശ്യമില്ല. അത് ഒരു 2 കഷ്ണമായിട്ട് ഒന്ന് ഞുറുക്കിയിട്ട് കഴിഞ്ഞാൽ അതിൽ അല്ലെങ്കിൽ 3 കഷ്ണമായിട്ട് ഞുറുക്കിയിട്ട് കഴിഞ്ഞാൽ അത് കഴിക്കുന്ന ആൾ അവരുടെ ആവശ്യത്തിന് മാത്രം എടുത്ത് അവർ കഴിക്കുന്ന രീതിയിലേക്ക് വരും. ഇനി നാരങ്ങാച്ചാറാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ നാരങ്ങ മുഴുവനോടെയാണ് നമ്മൾ ഭരണിയിലിടുന്നത്, ഉപ്പിലിട്ട് വെക്കുന്നത്. അത് മസാല ചേർക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് അതിനെ കഷ്ണമാക്കി ചെറുതാക്കേണ്ടത്. അങ്ങനെ കഷ്ണമാക്കി ചെറുതാക്കുന്ന സമയത്ത് അവിടെയും നിങ്ങൾ ചെയ്യേണ്ട രീതി അത് നല്ല ചൊട്ടി നല്ല ബലമുള്ള സാധനമായിട്ടിരിക്കും. അവിടെയും ചെയ്യേണ്ട രീതി അതിനെ 4 കഷ്ണമായിട്ടോ അല്ലെങ്കിൽ അതിലും ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ വലിപ്പം കൂടുതലുള്ള നാരങ്ങയാണ് എങ്കിൽ അതിലും ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ ആ രീതി ചെറുതാക്കിയതിന് ശേഷം വേണം മസാല ചേർത്ത് അച്ചാർ കുപ്പികളിൽ നിറയ്ക്കാൻ. അപ്പോൾ അച്ചാറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞു. ഇനി വീട്ടിലുണ്ടാക്കുന്ന അച്ചാറാണ് എങ്കിൽ കേടാകാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു പ്രിസർവേറ്റീവ് ചേർക്കണ്ട എന്നുള്ള പക്ഷക്കാരനാണ്. കാരണം പെർഫെക്ഷനായിട്ട് അച്ചാറുണ്ടാക്കാൻ അറിയാവുന്ന ഒരാളിന് ആളുണ്ടാക്കിയിരിക്കുന്ന അച്ചാർ യാതൊരു കാരണവശാലും കേടാകില്ല. ഇനി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയത്ത് അത് അവർ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് നമുക്കറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഇതിനകത്തേക്ക് ചേർക്കാവുന്ന പ്രിസർവേറ്റീവ് സോഡിയം ബെൻസോയേറ്റ് ആണ്. SB എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സോഡിയം ബെൻസോയേറ്റ്. അത് 1 കിലോ മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ 1 കിലോ നാരങ്ങയാണ് എടുക്കുന്നതെങ്കിൽ അത് ചേർക്കാവുന്ന പരമാവധി പ്രിസർവേറ്റീവിൻ്റെ അളവ് 2.5 ഗ്രാമാണ്. അതായത് 1/2 ടീസ്പൂൺ. ഞാൻ സാധാരണഗതി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്രിസർവേറ്റീവ് ചേർക്കുന്ന കാര്യം ഞാൻ അത്യാവശ്യമില്ലാത്ത കാര്യമാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം പ്രിസർവേറ്റീവ് ചേർക്കാതെ തന്നെ അത് ദീർഘനാൾ കേടാകാതിരിക്കുന്നതിനാവശ്യമായ കഴിവ് ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാർ മാത്രം അച്ചാർ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് വിതരണത്തിന് കൊടുത്താൽ മതി എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഈ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് പരമാവധി ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും പഠിക്കണമെന്ന് തോന്നുന്ന ഒരവസ്ഥ, ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ എത്തിക്കുന്നത് ചിലപ്പോൾ സഹായിച്ചു എന്ന് വരും. ഏതായാലും ക്ലാസ്സിൽ പോയി പഠിക്കേണ്ട കാര്യമാണ് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം നിങ്ങളോട് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ക്ലാസ്സിൽ പോയി പഠിക്കുന്നത് പോലെ നമ്മൾ വീഡിയോ കണ്ട് നമ്മൾ പഠിച്ച ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അത് പെർഫെക്ഷനിലേക്ക് എത്തിക്കുന്നതിന് നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ബെല്ലൈക്കൺ അമർത്തി എപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ വരുമ്പോഴും ആ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ അറിയിപ്പ് കിട്ടിക്കൊണ്ടിരിക്കും. ഹൈപ്പ് ഐക്കൺ അതിലുണ്ട് എങ്കിൽ, യൂട്യൂബ് വീഡിയോയിലുണ്ട് എങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുകയും ചെയ്യുക. ഈ വീഡിയോ കിട്ടുന്ന എല്ലാവരോടും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.